അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. യേശു വന്നാൽ, യേശു തൊട്ടാൽ, യേശു വന്നാൽ, യേശു തൊട്ടാൽ പാപമെല്ലാം മാറിപ്പോകും, ശാപമെല്ലാം തീർന്നു പോകും. അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. കർത്താവായ യേശുവിൽ വിശ്വസിക്ക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. കർത്താവായ യേശുവിൽ വിശ്വസിക്ക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഇതാകുന്നു വാഗ്ദത്തം, അത് നിത്യജീവൻ തന്നെ. ഇതാകുന്നു വാഗ്ദത്തം, അത് നിത്യജീവൻ തന്നെ. അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. കർത്താവിൻ്റെ വന്യനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഓരോ ദിവസവും നമ്മളെ ദൈവത്തിൻ്റെ സ്നേഹത്തിലും കൃപയിലും നടത്തുന്ന ആ സർവശക്തനായ ദൈവത്തെ ഓർത്ത് നന്ദി പറയുകയാണ്. ഒരു അസാധാരണ ജീവിതം അല്ലെങ്കിൽ മഹത്വമുള്ളൊരു ജീവിതം നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നുണ്ടോ? എന്നാൽ ദൈവജനം പറയുകയാണ്, നിനക്ക് സാധാരണമായൊരു ജീവിതം നടത്താൻ കഴിയത്തില്ല. നിനക്ക് അസാധാരണമായ അല്ലെങ്കിൽ ഒരു മഹത്വമുള്ള ഒരു ജീവിതമേ നിൻ്റെ ലൈഫിൽ ഉണ്ടാകത്തുള്ളൂ. അങ്ങനെ നിനക്ക് ജീവിക്കാൻ കഴിയത്തുള്ളൂ. എന്തുകൊണ്ടാണ് ദൈവജനത്തിൽ അങ്ങനെ പറഞ്ഞിട്ടും നമുക്ക് അത് കഴിയുന്നില്ല? എന്തുകൊണ്ടാണ് നിനക്ക് അങ്ങനെ ആകത്തുള്ളൂ എന്ന് ദൈവജനം പറയുന്നത്? നമുക്ക് മെസ്സേജിലേക്ക് പോകാം. നിങ്ങളുടെ ചിന്തകൾക്ക് കർത്താവ് മറുപടി തരട്ടെ. നമുക്ക് മെസ്സേജിലേക്ക് പോകാം. നിന്റെ മുകളിൽ യേശു തന്ന മഹത്വം ലോകം കാണണമെന്ന് എൻ്റെ ദൈവം ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ട് ആഗ്രഹിക്കുന്നു? യേശുവിനെ സ്നേഹിച്ചതുപോലെ നിങ്ങളെയും സ്നേഹിക്കുന്നു എന്ന് നാട്ടുകാർ അറിയണം. അടുത്തിരിക്കുന്നവരോട് പറ, ഇത് യേശുവിന്റെ ആഗ്രഹമായിരുന്നു, ഇത് യേശുവിന്റെ പ്രാർത്ഥനയായിരുന്നു എന്ന് പറഞ്ഞ് നാട്ടുകാർ മുഴുവനും ദൈവത്തെ, യേശുവിനെ സ്നേഹിച്ചതുപോലെ നിന്നെ സ്നേഹിച്ചു എന്ന് നാട്ടുകാർ അറിയണമെന്ന്. Do you know one thing? നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? Jesus had an exceptional life. ദൈവത്തിന് ഒരു അസാധാരണമായ ജീവിതം ഉണ്ടായിരുന്നു യേശുവിന്. When Jesus was here, യേശു ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് he had an exceptional life. അവന് ഒരു അസാധാരണമായ ജീവിതം ഉണ്ടായിരുന്നു. So when God appointed Jesus in this earth, he had an exceptional life. പിതാവാൻ ദൈവം യേശുവിനെ ഈ ഭൂമിയിൽ ആക്കിയ സമയത്ത് അവന് ഒരു അസാധാരണമായ ജീവിതം ഉണ്ടായിരുന്നു. Because God commissioned him in this world. കാരണം ദൈവം യേശുവിനെ ഇവിടെ നിയോഗിക്കുകയാണ് ചെയ്തിരുന്നത്. He carries the will of the Father. പിതാവാൻ ദൈവത്തിന്റെ ആഗ്രഹമാണ് അവൻ പൂർത്തീകരിച്ചത്. Do you know John chapter 20 verse 21 it says, യോഹന്നാൻ 20:21 പറയുന്നത്, how my Father has sent you, the same way I will send to you. എന്നെ പിതാവ് അയച്ചിരിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ അയക്കുവാനിടയാകുന്നു. What the Matthew chapter 28 verse 20 says, മത്തായി 28:20 എന്താ പറയുന്നത്? how my Father sent you, the same way I am sent you to the Gentiles. എന്നെ എങ്ങനെയാണോ പിതാവ് അയച്ചത് അതേപോലെ ഞാൻ ജാതികളുടെ ഇടയിലേക്ക് നിങ്ങളെ അയക്കുന്നു. That means we are carrying the will of the Father. എന്ന് വെച്ചാൽ നമ്മൾ പിതാവ് ദൈവത്തിന്റെ ആഗ്രഹമാണ് ഇപ്പോൾ പൂർത്തീകരിക്കുന്നത്. As like Jesus carries. യേശു വഹിച്ചതുപോലെ Now we are carrying the will of the Father as like Jesus carries. യേശു പിതാവിന്റെ ഹിതം എങ്ങനെയാണോ വഹിച്ചുകൊണ്ട് നടന്നത് അതേപോലെ പിതാവിന്റെ ഹിതം ഇപ്പോൾ നമ്മൾ വഹിച്ചുകൊണ്ടാണ് നടക്കുന്നത്. Now we are the representative. നമ്മളാണ് അതിന്റെ പ്രതിനിധി. Show his glory to this world. ഈ ലോകത്തിന്റെ അവന്റെ മഹത്വം കാണിക്കാനുള്ള പ്രതിനിധി ഇപ്പോൾ ഞാനാണ്. Exceptional life to this world. അവന്റെ അസാധാരണമായ ജീവിതം ഈ ലോകത്ത് കാണിച്ചു കൊടുക്കാൻ ഇപ്പോൾ അതിന്റെ പ്രതിനിധി ഞാനാണ്. Can you say hallelujah?
So that means we are here to show the exceptional life. എന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ ആയിരിക്കുന്ന അസാധാരണമായ ജീവിതം കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. That's why Bible say Ephesians chapter 1 verse 3. എഫീസ്യർ 1:3 പറയുന്നത്, Every heavenly blessing is came upon you in Christ Jesus. ക്രിസ്തുവിലൂടെ സ്വർഗ്ഗത്തിലുള്ള സർവ്വ നന്മകളും നിന്റെ മേൽ വന്നിരിക്കുന്നു. What does it mean by heavenly blessing? എന്തുകൊണ്ടാണ് സ്വർഗീയ അനുഗ്രഹം എന്ന് പറയുന്നത്? ആത്മീയ അനുഗ്രഹങ്ങൾ, സ്വർഗ്ഗത്തിലുള്ള സകല ആത്മീയ അനുഗ്രഹങ്ങളും ക്രിസ്തു യേശുവിൽ നിങ്ങൾക്ക് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? What is mean by heavenly blessing? എന്താണ് ആത്മീയ അനുഗ്രഹങ്ങൾ എന്ന് പറയുന്നത്? The heaven governs earth. സ്വർഗം ഭൂമിയെ നിയന്ത്രിക്കുന്നു. When God give the heavenly blessing to you, സ്വർഗീയ ആത്മീയ അനുഗ്രഹം നിങ്ങളുടെ മേൽ പകരുമ്പോൾ you are going to govern this earth through the gift of God. ഈ ലോകത്തെ നിങ്ങൾ ഭരിക്കുവാനായി തുടങ്ങുക ദൈവത്തിന്റെ കൃപ ഗിഫ്റ്റിലൂടെ. That's why he gave the heavenly blessing to you. അതിനു വേണ്ടിയിട്ടാണ് അവന്റെ സ്വർഗീയ അനുഗ്രഹം നിന്റെ മേൽ പകർന്നിട്ടുള്ളത്. Hallelujah. God is ready to share the heavenly things to you. എന്നുവെച്ചാൽ സ്വർഗത്തിലെ കാര്യങ്ങൾ നിന്നോട് പങ്കുവെക്കാൻ ദൈവം റെഡിയാണ്. That means you are the recipient of the heavenly blessing. എന്ന് വെച്ചാൽ നീയാണ് അതിന്റെ റെസിപ്പിയൻസ്, നീയാണ് അതിന്റെ ഉപഭോക്താവ്, നീയാണ്. We thought you, God is not doing anything in this world. നിന്നെ കൂടാതെ ദൈവത്തിന് ഒന്നും ഈ ലോകത്ത് ചെയ്യാനായി സാധിക്കത്തില്ല. Through you, only through you, God want to show the exceptional life to this world. നിന്നിലൂടെ മാത്രമേ അസാധാരണമായ ജീവിതം ഈ ലോകത്തിന് ദൈവത്തിന് കാണിച്ചു കൊടുക്കാനായി സാധിക്കത്തുള്ളൂ. You are chosen. നീ തെരഞ്ഞെടുക്കപ്പെട്ടവൻ. You are handpicked. You are handpicked. നീ അവന്റെ സ്വന്തം കൈ കൊണ്ട് തെരഞ്ഞെടുക്കപ്പെട്ടയാളാണ്. സ്വന്തം കൈ കൊണ്ട് തെരഞ്ഞെടുക്കപ്പെട്ടയാളാ. അടുത്തിരിക്കുന്ന ആളെ കൈ കൊടുത്തിട്ട് പറ, സ്വന്തം കൈ കൊണ്ട് അസാധാരണ ജീവിതം കാണിക്കേണ്ടതിന് തെരഞ്ഞെടുക്കപ്പെട്ടയാളാണ് നീ. But we refuse to live an exceptional life. We like to live an ordinary life. നമ്മൾ അസാധാരണമായ ജീവിതം ജീവിക്കാൻ നമ്മൾ നിരസിച്ചിരിക്കുകയാണ്. നമ്മൾ സാധാരണ ഒരു ജീവിതം ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത്. You know, Christians are love to walk without the sandals. ക്രിസ്ത്യാനികൾക്ക് ചെരുപ്പില്ലാതെ നടക്കാൻ പോലും ആഗ്രഹമാണ്. That means those who are not wearing the sandal, that person is more holy than us. ചെരുപ്പില്ലാതെ നടക്കുന്ന ആൾക്കാർ കൂടുതൽ വിശുദ്ധരാണ് നമ്മളെക്കാട്ടിലും എന്നാണ് ചിന്ത. Those who are wearing the cotton dress, അത് കോട്ടൺ വസ്ത്രം ധരിക്കുന്നവർ. one day I asked you, brother, can I buy a polyester shirt for you? ഒരു സഹോദരനോട് ഞാൻ ഒരിക്കൽ ചോദിച്ചു, ഞാനൊരു പോളിസ്റ്റർ ഷർട്ട് നിങ്ങൾക്ക് വേണ്ടി വാങ്ങിക്കട്ടെ? He said no. അദ്ദേഹം പറഞ്ഞു വേണ്ട വേണ്ട വേണ്ട, I wear only cotton shirts. ഞാൻ കോട്ടൺ ഷർട്ട് മാത്രമേ ധരിക്കത്തുള്ളൂ. I asked why? ഞാൻ ചോദിച്ചു എന്താണ്? This is the cheapest material in this world. ഈ ലോകത്തുള്ള ഏറ്റവും വില കുറഞ്ഞ വസ്തു ഇതാണ്. I talked to him, brother, not cotton, polyester is cheaper. ഞാൻ പറഞ്ഞു കോട്ടൺ അല്ല വില കുറഞ്ഞത്, പോളിസ്റ്റർ ആണ് വില കുറഞ്ഞത്. If you want to go for a good cotton, we need to pay 5 play, 2 play, 5,000, 2,000 like that. നമുക്ക് നല്ല കോട്ടൺ വസ്ത്രം വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ 5,000, 6,000 രൂപ കൂടുതൽ നമുക്ക് ആകുവാനിടയാകും. We are thinking humility is different. താഴ്മ എന്ന് പറയുന്നത് വ്യത്യസ്തമായിട്ടാണ് നമ്മൾ കാണുന്നത്. Without wearing the sandals, we think it's a humility. നമ്മൾ ചെരുപ്പില്ലാത്തൊക്കെ വളരെ താഴ്മയായിട്ടാണ് നമ്മൾ It's not കാണുന്നത്. humility, it's foolishness. അത് താഴ്മ അല്ല, അത് വിഡ്ഢിത്തമാണ്. Are you listening? നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? We are called to show the exceptional life to this world. ഈ ലോകത്തിന് അസാധാരണമായ ജീവിതം കാണിച്ചു കൊടുക്കാനാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. That's why he handpicked us. അതുകൊണ്ടാണ് അവൻ എന്നെ കൈയാൽ എടുക്കുവാനിടയായത്. We are the chosen generation. ഞാൻ തെരഞ്ഞെടുക്കപ്പെട്ട ജാതിയാണ്. Peculiar people. അസാധാരണമായ വ്യക്തി, Special people. വ്യത്യസ്തമായ വ്യക്തി. Come on, worship him. Worship him അവനെ ആരാധിച്ചാട്ടെ. and make us child of God. അവന്റെ മകനായി സൃഷ്ടിക്കപ്പെട്ടവൻ. See, you are a child. നീ അവന്റെ മകനെന്ന് നീ കാണുക. See the glory what that God given to you. നിന്റെ മേൽ ദൈവം തന്നിരിക്കുന്ന മഹത്വത്തെ നീ കാണുക. Walk with that glory. ആ മഹത്വമായി നടന്നാട്ടെ. People must see what is you are carrying. ആൾക്കാർ കാണും നീ എന്താണ് വഹിക്കുന്നതെന്ന്. Join come. If you wear a very costly clothing, just imagine. ജോൻ വളരെ വില കൂടിയ ഒരു വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നത്. If you wear a costly jewel, ഒരു വളരെ വില കൂടിയ ഒരു ആഭരണം ധരിച്ചെന്ന് ചിന്തിച്ചാട്ടെ. her mind always flow with the cloth or jewel.
ഈ വസ്ത്രത്തിലും ആഭരണത്തിലും ആ മനസ്സ് പോകുവാനിടയാകും. If she going through a crowded place, നമ്മൾ ഒരു തിരക്കുള്ള സ്ഥലത്തിലേക്ക് നടക്കുമ്പോൾ she will take care of the clothes. ആ വസ്ത്രത്തെ വളരെ സൂക്ഷ്മതയോടെ കൊണ്ട് നടക്കും. If she eating something എന്തെങ്കിലും കഴിക്കുകയാണെങ്കിൽ, like a curries, എന്തെങ്കിലും കറി കഴിക്കുകയാണെങ്കിൽ, so she will take care of his clothes. ആ വസ്ത്രത്തിൽ വീഴാതെ സൂക്ഷിക്കും. Because she aware about her clothes. കാരണം ആ വസ്ത്രത്തെ കുറിച്ച് വളരെ അവയർനെസ് ഉണ്ട്. But we don't know what we are wearing now. പക്ഷേ നമുക്കറിയത്തില്ല നമ്മൾ എന്താണ് ധരിച്ചിരിക്കുന്നതെന്ന്. Can you say hallelujah? Hallelujah. Can you say hallelujah? Hallelujah. Come on church, come on church, worship him. Hallelujah. According to 1 Corinthians chapter 3 verse 5 says, 1 കൊരിന്ത്യർ 5 ഇങ്ങനെ പറയുന്നു, listen, you are my co-worker. നീ എൻ്റെ കോർ വർക്കറാണ്. Can you imagine God call you a co-worker? നിങ്ങൾക്ക് ചിന്തിക്കാൻ സാധിക്കുന്നുണ്ടോ ദൈവം നിന്നെ കൂട്ടുവേലക്കാരനായിട്ട് വിളിക്കപ്പെട്ടവനാണെന്ന്? അയ്യോ, ഒന്ന് ശ്രദ്ധിച്ചേ. ദുബായ് രാജാവ് പറയുവാണ്, എൻ്റെ കൂടെ പ്രവർത്തിക്കുന്നവനായി എന്ന് പറഞ്ഞാൽ എൻ്റെ ഗമ എന്തായിരിക്കും? അല്ല, ഇവിടുത്തെ പ്രധാനമന്ത്രി മോദിജി പറയുവാണ്, ഞാനും ഇവനും കൂടെയാണ് ഇവിടെ പ്രവർത്തിക്കുന്നതെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും എൻ്റെ ഗമ? ദൈവം പറയുക, ഞാൻ മുകളിലും ഇവൻ താഴെയുവാ, പക്ഷെ ഞങ്ങൾ രണ്ടുപേരും ഒരു കാര്യമാ ചെയ്യുന്നതെന്നാ പറഞ്ഞേ. കൂട്ടുവേലക്കാരൻ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ഒരേ സ്റ്റാൻഡേർഡ് എന്നാണോ, അതോ സ്റ്റാൻഡേർഡ് ഒരാൾക്ക് കൂടുതലെന്നും ഒരാൾക്ക് കുറവെന്നാണോ? ദൈവം നമ്മളെ കാണുന്നത് അവന്റെ സ്റ്റാൻഡേർഡിലാണ്. പക്ഷെ നമ്മൾ ദൈവത്തെ കാണുന്നത് ഉയർച്ചയിലും, ഞാൻ എന്നെ കാണുന്നത് അങ്ങേറ്റം താഴെയോ. God look at you and say, he is my child. ദൈവം നിന്നെ നോക്കിയിട്ട് പറയുന്നത് അവൻ എൻ്റെ പുത്രനാണ്. That's why he is co-worker in this world. അതുകൊണ്ടാണ് അവൻ എൻ്റെ കൂട്ടുവേലക്കാരനായിരിക്കുന്നത്. ജോലിക്കാരനെന്ന് ചിന്തിക്കരുത്, മോനായതുകൊണ്ടാ അവൻ ഈ ലോകത്തിൽ എന്റെ കാര്യം നോക്കുന്നതെന്ന്. Proud of it. Proud of it. This is what I say, you have an exceptional life. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് അസാധാരണമായ ഒരു ജീവിതമുണ്ട്. Say to your neighbor, you have an exceptional life. നിങ്ങൾക്ക് ഒരു അസാധാരണമായ ജീവിതമുണ്ട്. In material, in the material things, in spiritual things, ആത്മീയമായ കാര്യങ്ങളിൽ, in everything you have an exceptional എല്ലാ life. കാര്യത്തിലും നിനക്ക് അസാധാരണമായ ഒരു ജീവിതമുണ്ട്. Give a praise offering to the Lord. അവനൊരു സ്തുതിയാഗം അർപ്പിച്ചാലും, Will you please stand up? എഴുന്നേറ്റാലും. Father, thank you very much for the wonderful day. ഈ മനോഹരമായ ദിവസത്തിനായി നന്ദി കർത്താവേ. From today we will walk on the exceptional life. ഇന്നു മുതൽ ഞങ്ങൾ അസാധാരണമായ ജീവിതത്തിൽ ജീവിക്കും. Confess with me. We will walk on the exceptional life. അസാധാരണമായ ജീവിതത്തിൽ ഞങ്ങൾ നടക്കുവാനിടയാകും. Glorious life. മഹത്വമേറിയ ജീവിതത്തിൽ I enter to the glorified life. ഞാൻ മഹത്വമായ ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയാണ്. Hallelujah. Today onwards we will experience the present our inheritance. ഈ നിമിഷമുള്ള എന്റെ അവകാശങ്ങളെ ഞാൻ ഇന്നു മുതൽ കൈവശമാക്കാം. Hallelujah. The Holy Spirit is working upon me. പരിശുദ്ധാത്മാവ് എന്റെ മേൽ പ്രവർത്തിക്കുന്നുണ്ട്. His cause changes in me. അത് എന്നിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു. His impart the dynamic ability in me. അത് എന്റെ മേൽ സ്ഫോടനാത്മായ കഴിവിനെ തരുന്നു. From today ഇന്നു മുതൽ I have an exceptional life. എനിക്ക് അസാധാരണമായ ജീവിതമുണ്ട്. Because Jesus died for me. കാരണം യേശു എനിക്ക് വേണ്ടി മരിച്ചു. From today ഇന്നു മുതൽ I have an exceptional എനിക്ക് life. അസാധാരണമായ ജീവിതമുണ്ട്. Because Jesus died for me. കാരണം യേശു എനിക്ക് വേണ്ടി മരിച്ചു. Hallelujah. Hallelujah. In material things, മെറ്റീരിയലായ കാര്യങ്ങളിൽ, in material things, മെറ്റീരിയലായ കാര്യങ്ങളിൽ, spiritual things, ആത്മീയമായ കാര്യങ്ങളിൽ, physical things, ഫിസിക്കലായ കാര്യങ്ങളിൽ I have an exceptional എനിക്ക് ഒരു life. അസാധാരണമായ ജീവിതമുണ്ട്. Lord, I release an impartation from today. കർത്താവേ, ഇന്നു മുതൽ ആ പകർച്ചയെ ഞാൻ റിലീസ് ചെയ്യുകയാണ്. Come on, Lord. Chadaka salakaba. Rasalakaba. Receive it. Live an exceptional life. അസാധാരണമായ ജീവിതം ജീവിച്ചാലും, Live an exceptional life. അസാധാരണമായ ജീവിതം ജീവിച്ചാലും, Live an exceptional life. അസാധാരണമായ ജീവിതം ജീവിച്ചാലും, Do you know one thing?
നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? According to 1 John chapter 5 verse 11 and 12 says, യോഹന്നാൻ 1:11-12 പറയുന്നു, the life of God is in me. ദൈവത്തിന്റെ വെളിച്ചം എന്നിലുണ്ട്. The life of God. ദൈവത്തിന്റെ ജീവൻ എന്നിലുണ്ട്. The life is the same life which was in Christ Jesus is in me now. ക്രിസ്തുവിലുള്ള അതേ ജീവൻ ഇപ്പോൾ എന്നിൽ വസിക്കുന്നു. Just imagine I given a necklace to her. ഞാൻ ഒന്ന് സങ്കല്പിച്ചാണ്, ഞാനൊരു നെക്ലേസ് സിസ്റ്ററിന് കൊടുത്തു. Very valuable. അത് ഭയങ്കര വിലയുള്ളതാണ്. When she wear, what she think? അത് ഇടുന്ന സമയത്ത് എന്താണ് ചിന്തിക്കുക? I am valuable now because എനിക്കിപ്പോ വിലയുണ്ട്, കാരണം because of the necklace. ആ നെക്ലസ് കാരണം എനിക്കിപ്പം ഭയങ്കര വിലയുണ്ട്. But listen, God's life is in you. That valuable you are. എന്ന് ശ്രദ്ധിച്ചാലും ദൈവത്തിന്റെ ജീവനാണ് നിന്റെ അകത്തുള്ളത്. അത് എത്രയോ വിലയേറിയതാണ്. Beyond your gold and clothes. നിങ്ങൾക്ക് ഈ സ്വർണമോ വസ്ത്രമോ ഒക്കെയാണോ? The life of God is in you. അതിനെക്കാട്ടി ശ്രേഷ്ഠമായ ദൈവത്തിന്റെ ജീവനാണ് നിന്റെ ഉള്ളിൽ വസിക്കാൻ ഇടയാകുന്നത്. God called us child of God. ദൈവം നമ്മളെ ദൈവത്തിന്റെ പുത്രൻ എന്ന് വിളിച്ചു. Ask us to see you are a child of God. നമ്മളെ ദൈവത്തിന്റെ മകൻ എന്നുള്ള രീതി കാണുവാനായി പറഞ്ഞു. And he said to us, I given my spirit to you. അവൻ നമ്മളോട് പറഞ്ഞ, എന്റെ ആത്മാവിനെ ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നു. And my life to you. എന്റെ ജീവൻ നിനക്കായി തന്നിരിക്കുന്നു. And the heavenly blessing to you. ആ സ്വർഗീയ അനുഗ്രഹങ്ങൾ മുഴുവൻ നിനക്കായി And തന്നിരിക്കുന്നു. glory to you. എന്റെ മഹത്വം നിനക്കായി തന്നിരിക്കുന്നു. How can you live a ordinary life, brother? ഇനി എങ്ങനെ നിനക്കൊരു സാധാരണമായ ജീവിതം ജീവിക്കാനായി സാധിക്കും? തലകേറിയില്ല. അവൻ നിന്നെ മകൻ എന്ന് വിളിച്ചു, നിന്നോട് മകനായി കാണാൻ പറഞ്ഞു, അവന്റെ ആത്മാവിനെ തന്നു, അവന്റെ ശക്തിയെ പകർന്നു, അവന്റെ ജീവനെ തന്നു, അവന്റെ മഹത്വം എന്റെ മേൽ വെച്ചു. എന്നിട്ട് നീ എങ്ങനെ സാധാരണ ജീവിതം നടത്തുന്നേ? നീ വിശ്വസിക്കുന്നുവെങ്കിൽ ഞാൻ അവന്റെ ജീവനിൽ നടക്കുന്നു, അവന്റെ മഹത്വത്തിൽ വ്യാപരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ ഈ പകൽ മുതൽ you will experience it. Refuse to live a ordinary life. Father, thank you very much for the wonderful day. ഈ മനോഹരമായ ദിവസത്തിനായി നന്ദി കർത്താവേ. We love these people, Lord. You love these people, Lord. നീ ജനത്തെ സ്നേഹിക്കുന്നുണ്ടല്ലോ കർത്താവേ. That's why you reveal the truth these people, Lord. അതുകൊണ്ടാണല്ലോ നിന്റെ സത്യങ്ങൾ ഇവർക്ക് വെളിപ്പെടുത്തി കൊടുത്തത്. Thank you. നന്ദി. In Jesus' name. യേശുവിൻ നാമത്തിൽ. ക്രിസ്തുവിലായിരിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് ദൈവദിനം പറയുന്നത്, അവൻ്റെ ഉള്ളിൽ ക്രിസ്തുവിലായിരുന്ന അതേ ജീവൻ വസിക്കുന്നുവെന്ന്. എൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ ജീവൻ വസിക്കുന്നുണ്ട്, അതായത് സർവശക്തൻ എൻ്റെ ഉള്ളിൽ വസിക്കുന്നു. അങ്ങനെയെങ്കിൽ ഞാൻ എങ്ങനെ ഒരു സാധാരണ വ്യക്തിയായി ജീവിക്കും? ക്രിസ്തുവിൻ്റെ ജീവൻ നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നുവെങ്കിൽ നിങ്ങൾക്കൊരു സാധാരണ വ്യക്തിയായി തുടരാൻ കഴിയത്തില്ല. കാരണം നിങ്ങളിലുള്ളത് അത്രത്തോളം അസാധാരണമായ ഒന്നാണ്. അതുകൊണ്ട് അസാധാരണമായ ലൈഫിലായിരുന്നാട്ടെ, ദൈവത്തിൻ്റെ മഹത്വത്തെ ഓരോ ദിവസവും അനുഭവിച്ചാട്ടെ. നിങ്ങൾ മറ്റുള്ളവർക്കൊരു അത്ഭുതമാണ്, നിങ്ങൾ മറ്റുള്ളവർക്കൊരു അതിശയ വിഷയമാണ്. കാരണം നിങ്ങളിൽ ഉള്ളവൻ അത് അസാധാരണമായ ഒന്നാണ്. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. എല്ലാ വിധത്തിലും എല്ലാ മേഖലയിലും അവൻ്റെ നന്മ അനുഭവിച്ചാട്ടെ. നമുക്കിനി ചില സാക്ഷ്യങ്ങളിലേക്ക് പോകാം. ഈ സിസ്റ്ററിന്റെ പേര് ഉഷ. ഒല്ലൂരിൽ നിന്നാണ് കടന്നു വരുന്നത്. സ്വന്തമായ ഒരു ഭവനം ലഭിച്ച അത്ഭുത സാക്ഷ്യം. രണ്ടാമത്തെ ആളെ പറയുന്നല്ലേ ഭവനം കിട്ടിയ കാര്യം. 30 വർഷമായിട്ട് സിസ്റ്റർ വാടക വീട്ടിലാണ് താമസിച്ചിരുന്നത്. ഞാൻ 16 കൊല്ലം താമസിച്ചു. അതിന്റെ ഒരു ബുദ്ധിമുട്ട് എന്താണെന്നറിയാം. പറഞ്ഞാട്ടെ. അതിനുശേഷം സിസ്റ്റർ 2 വർഷം മുമ്പാണ് നമ്മുടെ ചർച്ചിൽ വന്നു തുടങ്ങിയത്. സിസ്റ്റർ വിശ്വാസത്താൽ ദൈവം എനിക്ക് ഭവനം തന്നതിനെ ഓർത്ത് നന്ദി പറയാൻ തുടങ്ങി. സിസ്റ്റർ ഒരിക്കലും ഭവനം തരണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടില്ല, തന്നതിനായി നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. വേദപുസ്തകത്തിലെ ഏറ്റവും ഇഷ്ടമുള്ള വാക്യങ്ങളിലോ ഒന്ന്, തന്റെ ജനം നശിക്കുന്നത് അറിവില്ലാത്തോണ്ട്, അറിവ് വരുമ്പോ അനുഗ്രഹവും വരികയാണ്. ഒന്ന് കൈയടിച്ചൊരു ആമേൻ പറ. 1 മാസമായിട്ട് സിസ്റ്റർ സ്വന്തം ഭവനത്തിലാണ് താമസിക്കുന്നത്. കൈകളടിച്ചൊരു ആമേൻ പറയാം. യേശു ചെയ്ത നന്മയ്ക്ക് നന്ദി. ഈ സിസ്റ്ററിന്റെ പേര് തുളസി എന്നാണ്. തുളസി കാട്ടൂരിൽ നിന്ന് വരുന്നു. 12 വർഷം മുമ്പ് ഉണ്ടായ ഒരു സൗഖ്യമാണ് സിസ്റ്റർ പറയുന്നത്. 12 വർഷം മുമ്പ് ഉണ്ടായ സൗഖ്യം. 2012 അവർക്ക് കാലിന് ഭയങ്കര വേദനയായിരുന്നു, നടക്കാൻ പറ്റില്ലായിരുന്നു. അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പം
ഹാർവസ്റ്റ് ടി വിയിലെ ബ്രദർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം ആ സമയത്ത് തന്നെ സിസ്റ്ററിനോട് പറഞ്ഞു, ഡ്രസ്സിൻ്റെ കളറ് പറഞ്ഞു, ഇന്ന കളർ ഡ്രസ് ഇട്ട ചേച്ചിയെ സിസ്റ്ററിനെ ദൈവം സൗഖ്യമാക്കുന്നു എന്ന് പറഞ്ഞു. ആ സിസ്റ്റർ ആ സമയത്ത് തന്നെ ഏറ്റെടുക്കുവാനിടയായി. ആ നിമിഷം അത് സൗഖ്യമായെന്ന് സിസ്റ്റർ പറയുന്നു. 2012 നടന്ന കാര്യം ഇപ്പോഴാണ് സാക്ഷ്യം പറയുന്നത്. പക്ഷേ സന്തോഷത്തോടെ കൈ അടിച്ചു കർത്താവിനെ സ്തുതിച്ചേ. കർത്താവ് ഇനി കൊടുത്ത അത്ഭുത സൗഖ്യത്തിന് നന്ദി. അപ്പാ ഒരു സാക്ഷ്യം കൂടെ പറയാനുണ്ട്. അമ്മയുടെ മകനെ ഷിപ്പിലായിരുന്നു ജോലി. ആ ജോലി ചെറിയ ജോലികളായിരുന്നു. എന്നാൽ 2019 നമ്മുടെ അഞ്ചലിൽ വന്ന് പ്രാർത്ഥിക്കാനിടയായി, ഈ വിഷയം വെച്ച് പ്രാർത്ഥിക്കാനിടയായി. അതിനുശേഷം നല്ല ജോലി, നല്ല ശമ്പളത്തോടുകൂടി പ്രമോഷനോട് കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കാം. യേശു ചെയ്ത നന്മയ്ക്ക് നന്ദി പറയാം. ഈ അപ്പച്ചന്റെ പേര് അയ്യപ്പൻ എന്നാണ്. ഈ അപ്പച്ചൻ വരുന്നത് മുണ്ടൂർ എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഈ അപ്പച്ചൻ ഒരു ഓട്ടോ ഡ്രൈവറാണ്. ഓട്ടോ ഓട്ടിച്ചുകൊണ്ടിരിക്കുമ്പോൾ 10 മാസം മുൻപ് ഈ ഓട്ടോയും വേറൊരു കാറും തമ്മിൽ കൂട്ടിയിടിക്കാനിടയായി. അതേ തുടർന്ന് അപ്പച്ചൻ്റെ വലത് മുട്ടിലുള്ള എല്ല് 2ആയി. അത് കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ ഡോക്ടർ സർജറി വേണമെന്ന് പറഞ്ഞ് സർജറി കഴിഞ്ഞു. കമ്പി ഇട്ടു, പ്ലാസ്റ്റർ ഇട്ടു. എന്നിട്ടും അപ്പച്ചന് ഒരു വേദനയ്ക്ക് ഒരു കുറവില്ലായിരുന്നു. എക്സ്റേ എടുത്ത് നോക്കിയപ്പോൾ എല്ല് കൂടിയിട്ടുണ്ടായിരുന്നില്ല. 4 മാസം മുമ്പ് ബ്രദർ വിശ്വാസത്തോടു കൂടി നമ്മുടെ പബ്ലിക് മീറ്റിംഗിൽ വെച്ച ബ്രദറെ കാണുവാനും ബ്രദറോട് പറഞ്ഞ് പ്രാർത്ഥിക്കുവാനിടയായി. ബ്രദർ ആ കാലിൽ തൊട്ട നിമിഷം തന്നെ ആ അപ്പച്ചൻ്റെ കാലില് പൂർണ്ണ സൗഖ്യം കാണാനിടയായി. അത്ഭുതം എന്ന് പറയട്ടെ, കാലില് കമ്പിയിട്ടിരുന്നത് മാറി, പ്ലാസ്റ്റർ ഇട്ടിരുന്നത് മാറ്റി. ഇപ്പോൾ വേദന ഒട്ടും തന്നെ ഇല്ല എന്നാണ് സാക്ഷി. കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ച്. ഈ അപ്പച്ചൻ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ. ഈ അപ്പച്ചൻ വന്നത് അല്പം പോലും നടക്കാൻ വയ്യാതെ കമ്പിയായിട്ടിരുന്നു. അന്ന് വരുമ്പോ 1 ഇഞ്ച് എല്ല് വളർത്തില്ലായിരുന്നു. ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ വേണം. അങ്ങനെയല്ലേ? അന്ന് നമ്മൾ പ്രാർത്ഥിച്ചു. വീണ്ടും പോയി എക്സ്റേ ചെയ്തു. ആ സ്ഥലത്ത് വളർന്നില്ല എന്ന് പറഞ്ഞ എല്ല് ആ ആഴ്ചയിൽ അവിടെ ഉണ്ടായിരുന്നു. കർത്താവ് ചെയ്ത വലിയ തൊട്ടപ്പോ തന്നെ അത് ഏകദേശം സുഖമായി. കർത്താവ് ചെയ്ത സൗഖ്യത്തിന് നന്ദി. ഈ അപ്പച്ചൻ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ. അപ്പച്ചനെ ഓട്ടോ ഓടിച്ച് നടക്കട്ടെ. സന്തോഷമായിട്ട് പറയാം. സിസ്റ്റർ, ഈ സിസ്റ്ററുടെ പേര് ജിജി എന്നാണ്, ചിറക്കൽ എന്നാണ് വരുന്നത്. ഈ സിസ്റ്റർക്ക് ഒരാഴ്ചയായിട്ട് വലത് കാലിൽ ജോയിന്റ് പെയിൻ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്നലെ നടന്ന തിരുവല്ല മീറ്റിംഗ് ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ബ്രദർ പ്രാർത്ഥിക്കുമ്പോൾ അത് വിശ്വാസത്തോടെ ഏറ്റെടുത്തു. അത്ഭുതകരമായൊരു സൗഖ്യം, ഒരാഴ്ച ഉണ്ടായിരുന്ന ആ ജോയിന്റ് വേദന കർത്താവ് സൗഖ്യമാക്കി. സിസ്റ്റർ എവിടെയായിരുന്നു പെയിൻ എന്ന് പറയാമോ? ഹിപ്പിലായിരുന്നു പ്രയാസം. ഓൺലൈനിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു, ആ സമയം സൗഖ്യമായി. ഇന്ന് സാക്ഷ്യം പറയാമെന്ന് വിചാരിച്ച് പ്രാർത്ഥിച്ചു. വിശ്വാസം അത്ഭുതങ്ങളെ ചെയ്യുന്നു എന്ന് പറഞ്ഞാട്ടെ. ആ മീറ്റിംഗിൽ കർത്താവ് കൊടുത്ത സൗഖ്യത്തിനായി സ്തോത്രം. താങ്ക് യു ജീസസ്. ദൈവത്തിന്റെ മഹത്വം കൊണ്ട് നമ്മളെ നിറച്ചിരിക്കുന്ന അവിടുത്തെ കൃപയ്ക്കായി നന്ദി പറയുന്നു. ഓരോ അത്ഭുതങ്ങളിലും ഓരോ ദൈവപ്രവൃത്തിയിലും നമുക്ക് കാണാൻ കഴിയുന്നത് ദൈവത്തിന്റെ മഹത്വം ചലിച്ചതാണ് നമുക്ക് കാണാനായി കഴിയുന്നത്. ആർക്കത് വിശ്വസിക്കാൻ കഴിയും? ഞാൻ അവൻ്റെ മഹത്വത്തിലാണ് ആയിരിക്കുന്നത്, മഹത്വമുള്ളൊരു ജീവിതത്തിലേക്കാണ് അവൻ എന്നെ വിളിച്ചിരിക്കുന്നതെന്ന്. അങ്ങനെ ഒരാൾ വിശ്വസിക്കുന്നുവെങ്കിൽ തൻ്റെ ജീവിതത്തിലുടനീളം ആ മഹത്വത്തെ അനുഭവിക്കും. നമ്മുടെ ജീവിതത്തിലായിരിക്കുന്ന ഓരോ മേഖലയിലും ആ പ്രവൃത്തി അനുഭവിക്കാനായി കഴിയും. ഒരു നിമിഷം കണ്ണുകളെ അടച്ചാട്ടെ. ഏത് സാഹചര്യങ്ങളിലാണ് നിങ്ങൾ പ്രയാസത്തോടായിരിക്കുന്നത്, അയ്യോ ഞെരുങ്ങുന്നു എന്ന് ചിന്തിക്കുന്നത്, അവിടെ ആ പരിശുദ്ധാത്മാവിനെ ഒന്ന് അനുവദിച്ചാട്ടെ, ദൈവത്തിൻ്റെ ആത്മാവിനെ ഒന്ന് അനുവദിച്ചാട്ടെ. അവിടെ നിങ്ങൾക്ക് അവൻ്റെ മഹത്വം അനുഭവിക്കാനായി കഴിയും. അവിടെ നിങ്ങൾക്ക് അവൻ്റെ മഹത്വം അനുഭവിക്കാനായി കഴിയും. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. അവിടുത്തെ കൃപയ്ക്കായി നന്ദി പറയുന്നപ്പാ, അവിടുത്തെ സ്നേഹത്തിനായി നന്ദി പറയുന്നപ്പാ, അവിടുത്തെ കൃപയ്ക്കായി നന്ദി പറയുന്ന കർത്താവേ. അപ്പോൾ ഈ വീടുകളിൽ ദൈവത്തിൻ്റെ മഹത്വം ചലിക്കട്ടെ, ഈ വീടുകളിൽ ദൈവത്തിൻ്റെ കൃപ ചലിക്കട്ടെ, ഈ വീടുകളിൽ ദൈവത്തിൻ്റെ മഹത്വം ചലിക്കട്ടെ. അവിടുത്തെ പ്രവൃത്തി ഉണ്ടാകട്ടെ അപ്പാ, അവിടുത്തെ പ്രവൃത്തി ഉണ്ടാകട്ടെ അപ്പാ. ഹാലുറു ഷേഖോലോ ധുറോ ഷേഖലോ ഹാധുറു ഷേഖലോ ധരേശകരം ധരേക്കറോ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ശരീരത്തിൽ കുരുക്കൾ പോലെ, മുഴകൾ പോലെ പല ഭാഗത്ത് അതൊരു നമുക്ക് ഒത്തിരി ശരീരത്തിൽ കാണാൻ കഴിയും. അതേപോലെ ശരീരത്തിലായിരിക്കുന്ന, സ്കിന്നിലായിരിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് തൊടുന്നത് കാണാം. അപ്പോൾ ആ അസാധാരണമായ അത്ഭുതങ്ങൾ കൊണ്ട്
കുടുംബങ്ങൾ നിറയട്ടെ അപ്പാ. അസാധാരണമായ പ്രവൃത്തികൾ കൊണ്ട് കുടുംബം നിറയട്ടെ അപ്പാ. ആമീൻ. ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ആമീൻ ഓരോ വ്യക്തികളെ ജീവിതത്തിലേക്ക് കർത്താവെ സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവരട്ടെ അപ്പാ. ചില ഇരുട്ടിൻ്റെ പിടിയിൽ നിന്നും പുറത്ത് കൊണ്ടുവരട്ടെ അപ്പാ. വേദനയുടെ അനുഭവങ്ങളിൽ നിന്ന് പുറത്ത് കൊണ്ടുവരട്ടെ അപ്പാ. കെട്ടപ്പെട്ട അനുഭവങ്ങളിൽ നിന്ന് പുറത്ത് കൊണ്ടുവരട്ടെ അപ്പാ. നിൻ്റെ കൃപയ്ക്കായി നന്ദി പറയുന്ന കർത്താവേ. ആമീൻ. സങ്കടങ്ങൾ നീങ്ങിപ്പോകട്ടെ കർത്താവേ. ക്രിസ്തുവിലുള്ള സന്തോഷം ചലിക്കട്ടെ അപ്പാ. ക്രിസ്തുവിലുള്ള സമാധാനം ചലിക്കട്ടെ അപ്പാ. ക്രിസ്തുവിലുള്ള സന്തോഷം ചലിക്കട്ടെ അപ്പാ. ഈ കുടുംബങ്ങളെ ഓരോന്നും അത് അനുഭവിക്കട്ടെ. ദൈവപ്രവൃത്തികൾ കൊണ്ട് നിറയട്ടെ അപ്പാ. ഹാലൂറു ഷേക്കുലോദുറു. എനിക്കൊരു വ്യക്തിയെ കാണാം. ആ വ്യക്തി ബാൻഡേഡുകൾ തൻ്റെ ഷെൽഫിൽ അടുക്കി വെച്ചിരിക്കുക. കാരണം എല്ലാ ദിവസവും എങ്ങനെയെങ്കിലും മുറിയും, എവിടെയെങ്കിലും മുറിഞ്ഞുകൊണ്ടേയിരിക്കും. മീൻ അതൊരു ഇരുട്ടിൻ്റെ ബലമാണ്. തൻ്റെ ജീവിതത്തിൽ നിന്ന് അത് മാറിപ്പോകട്ടെ അപ്പാ. യേശുവിൻ്റെ നാമത്തിൽ അത് മാറിപ്പോകട്ടെ അപ്പാ. നിൻ്റെ കൃപയ്ക്കായി സ്തോത്രമപ്പാ. മീൻ ഈ സമയം എന്നെ കാണുന്ന ഒരു വ്യക്തി കണ്ണുകളിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നത് കാണാം. തൻ്റെ ലെഫ്റ്റ് ഐയിൽ ഒരു ചെറിയ പ്രയാസമുണ്ട്. മീൻ കർത്താവേ, അവിടുന്ന് കൊടുത്ത സൗഖ്യത്തിനായി നന്ദി പറയുന്നപ്പാ. സ്വർഗീയ പിതാവേ, എന്നെ കാണുന്ന കുടുംബങ്ങളിലെല്ലാം അത്ഭുതങ്ങളുണ്ടാകട്ടെ. പ്രാർത്ഥന കേൾക്കും യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഓരോ ദിവസവും അവൻ്റെ കൃപയിൽ സന്തോഷിക്കാം. അവൻ്റെ അനുഭവങ്ങളിൽ നമുക്കായിരിക്കാം. ഗോഡ് ബ്ലെസ് യു.